ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, പഴയ കാലത്തെ തൈര് മോരാക്കി വെണ്ണയാക്കി ഒക്കെ മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇതിൻ്റെ പേര് മത്തെന്നാണ് പറയുന്നത്. തടി കൊണ്ടുള്ള ഒരു ഉപകരണമാണ്. ഇതുപോലൊരു കലത്തിലിട്ട് കറക്കിയാണ് ഇത് മാറ്റിയെടുക്കുന്നത്. ഇത് പഴയ കാലത്തെ ആമാടപ്പെട്ടി എന്ന് പറയുന്നത് ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതാണ് ഈ പെട്ടിക്കകത്ത്. ഇത് പിച്ചളയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഇതിന് പൂട്ടൊക്കെ ഉണ്ട്. ഇത് വെച്ച് ഇങ്ങനെ പൂട്ടി വെക്കാം. ഇതൊരാനെ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ആക്ഷനായിട്ട് നിൽക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒറ്റത്തടിയെ കൊത്തിയെടുത്തേക്കുന്നതാണ് ഈ രൂപം ആനയുടെ. ഇത് കാലിപ്പെട്ടിയാണ്. പഴയ കാലത്തെ പൈസ, ആധാരം ഒക്കെ ഇതിനകത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇതിന് പല പല കള്ളി അറകൾ ഉണ്ട്. കള്ളിയറകൾ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിനകത്ത് അങ്ങനത്തെ അറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പൈസയും ഒക്കെ സൂക്ഷിച്ചിരുന്നത് ഈ പെട്ടിക്കകത്തായിരുന്നു പഴയ കാലത്ത്. ഇത് നമ്മുടെ വള്ളത്തിൻ്റെ തുഴയാണ്. ചുണ്ടൻ വള്ളത്തിനൊക്കെ ആ മരത്തൊക്കെ നിന്ന് തുഴയുന്ന തുഴയാണ്. അത് പല മോഡലുള്ള തുഴകളാണിത്. ഇത് ബോധിക എന്ന് പറയാം. തൂണിൻ്റെയൊക്കെ ടോപ്പിൽ വരുന്ന സാധനം ആണിത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇത് ബൾബൊക്കെ ഹാങ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഭിത്തിയിലേക്ക് തൂക്കിയിടും. ഇതൊരു തത്തമ്മ ഒരു പഴം കൊത്തുന്ന പോലത്തെ ഒരിതാണ് ഇത് കൊത്തിയേക്കുന്നത്തെ. കൈതച്ചക്ക പോലത്തെ എന്തോ ഒരു പഴയ കാലത്തെ ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഇതൊരു ചെയ്തിരിക്കുന്നത്. ഇത് പാനൽ ബോർഡെന്ന് പറയും. നമ്മളെ കട്ട്ളയുടെ മേളുവശത്തായിട്ടൊരു ബോർഡ്, ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് ഈ ബോർഡ് ഇങ്ങനെ വെക്കും. ഇതും പാനൽ ബോർഡാണ്. ഇത് നല്ല ഭയങ്കര വർക്കുകളാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ആ കട്ട്ളയുടെ ഒരു ഭംഗി പഴയ കാലത്ത്. ഇത് എടുത്ത് നിരപ്പലകയുടെ അടിവശത്തായിട്ട് ഒരു എടുത്തുകെട്ടി എന്ന് പറയുന്ന സാധനമാണ്. ഇതും ബോധികയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ബൾബ് ഒക്കെ തൂക്കിയിടാം. ഒറ്റ തടിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തേക്കിൻ്റെ തടിയാണ് ഇതൊക്കെ. ഒരു തവി മരത്തിൻ്റെ ഒറ്റ തടിയിലൊരു തവിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് പച്ചക്കറിയൊക്കെ അരിയുന്ന തടിയും കൊണ്ടുള്ള. ഇപ്പോൾ ഇത് സ്റ്റീലിൻ്റെയൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് തടിയുടെയാണ്. തടിയും ഇരുമ്പിൻ്റെ ചെറിയ ഇതൊക്കെ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കത്തി പോലെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇതൊരു കിളിക്കൂടാണ് പഴയ കാലത്തെ. ഇത് തടി കൊണ്ടാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് താഴെ വെക്കാം. ഇത് സ്റ്റാൻഡൊക്കെ ഉണ്ട് താഴെ വെക്കാനുള്ള. ഇത് പഴയകാലത്തെ കുഞ്ഞുങ്ങളെ വണ്ടി ഓടിക്കാനായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന വണ്ടി പോലെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണ്. കടഞ്ഞ ഒരു പിടിയൊക്കെ വെച്ചിട്ട്. ഇത് ചെറിയൊരു കസേരയാണ്. മടക്കാവുന്നതാണ് ഈ കസേര. ഇത് പഴയകാലത്ത് ഇതിനകത്ത് തിരി കത്തിച്ച് വെക്കും. ഇതൊരു ലെൻസാണ്. ഈ ലെൻസിൽ കൂടെ നല്ല പ്രകാശം കിട്ടും. ഇതിൻ്റെ അകത്താണ് തിരി കത്തിച്ച് വയ്ക്കുന്നത്. ഇത് പഴയ കാലത്ത് ഭസ്മം ഇട്ട് വെക്കുന്നതാണ്. ഭസ്മപ്പെട്ടിയാണ്.
ഇതിൻ്റെ മേളിൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ കാലത്തെ കപ്പിയാണ്, നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പിയാണിത്. ഈ തടിയും കൊണ്ടാണ്, ഫുള്ള് തടിയും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കയറ് കെട്ടിയിട്ടാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ ചോറൊക്കെ വാർക്കാനായിട്ട് ഉപയോഗിക്കുന്ന അടച്ചുവാറ്റി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ സ്പൂണുകൾ, ഈ ചിരട്ടത്തവിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തൂക്കിയിടുന്നതാണ്. തവി തൂക്കുന്നൊരു ഹാങ്ങറാണിത്. തവി ഇതുണ്ട്, ഇതുപോലെ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ തൂക്കിയിടും. ഇത് പല മോഡലുകളിൽ ഉള്ളതാണിത്. ഇതൊരു യേശുക്രിസ്തുവിനെ 1 ഇഞ്ച് കനമുള്ളൂ ഈ തടിക്ക് അകത്തെ ചെയ്തിരിക്കുന്നതാണ്. പഴയ കാലത്തെ പണിയാണ്. ഉണ്ടോ, ആ 1 ഇഞ്ചിൽ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കും. ഒരു കുരിശാണ്, കുരിശിൻ്റെ പഴയ കാലത്തെ ഒരു മോഡലാണ്. ഇത് ചുണ്ടൻവള്ളത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. സ്നേക്ക് ബോട്ട്. ഇത് പ്ലാവിൻ്റെ തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കാലപ്പഴക്കം കൊണ്ട് കറുപ്പായതാണ്. പഴയ കാലത്തെ ഒരു ക്ലോക്കാണ്. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള തൊട്ടിയാണ്. ഇതിനകത്തായിരുന്നു പഴയ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയിരുന്ന. ഇതിൻ്റെ മേളിൽ കാണുന്ന ഹുക്കിൽ ഇത് തൂക്കിയിടും. ചങ്ങല വെച്ചാണ് അത് തൂക്കിയിട്ടിരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ബലത്തിലത് മച്ചിൽ നിന്നും തൂക്കിയിടും. ഇത് ഷർട്ടൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങറാണ്. ഇത് 2 സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് നീട്ടാവുന്നതാണ്. ഇത് പല മോഡലിൽ വെക്കാം, പല ആംഗിളിൽ ഇത് കൊണ്ടുവരാം. പറയാണ്, പഴയ കാലത്തെ പല മോഡലിലുള്ള പറയാണിത്. പറയും നാഴികളൊക്കെയാണ്. ഇനി വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള കാലത്ത് ചിലപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് സലാനി എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, തടിയും കൊണ്ടുള്ള. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാല് കഴുകാനൊക്കെയുള്ള വെള്ളം ഇതിന് മേളിലാണ്. ഇതിപ്പോൾ ഒരു കുടമാണ് വെച്ചേക്കുന്നത്, അല്ലാതെ ഉള്ള പാത്രത്തിലാണ്. ഇതിനകത്തിന് മേളിൽ വെള്ളം വെച്ച് കാല് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. സലാനി എന്നാണ് ഇതിൻ്റെ പേര്. പഴയ കാലത്തെ വീടുകളിലെല്ലാം, അങ്ങനെയുള്ള വീടുകളിലെല്ലാം, ജന്മിമാരുടെ വീട്ടിലൊക്കെ ഈ വസ്തു, ഈ തടി കൊണ്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഉപ്പുപാറാണ്. ഇതൊരു അരയണത്തിൻ്റെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേളിലാണ് ഇത് മാറ്റിയിട്ട് ഇതിനകത്ത് ഇടാം. പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കാം. ഇത് ഭംഗിയാന്ന് നോക്കൂ ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു പീഠത്തിൻ്റെ ടോപ്പാണ്. ഇത് കീച്ചുളി വെച്ചാണ് അത് കൂടുതലായിട്ടും ഇത് പണിതിരിക്കുന്നത്. ബാക്കി ഉളികളൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലും കീച്ചുളി വെച്ചാണ് പണിതിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.